മർക്കോസ് സുവിശേഷം അധ്യായം 10. അക്കാലത്ത് ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു മറുപടി പറഞ്ഞു, മോശെ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്? അവർ പറഞ്ഞു, ഉപേക്ഷപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷൻ സ്ത്രീയുമായി സൃഷ്ടിക്കുകയും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് അവർ ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. ഈ കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും യേശുവിനോട് ചോദിച്ചു. യേശു പറഞ്ഞു, ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. യേശു തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. യേശു ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വൈവാഹിക ജീവിതത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് ആണ്ടുവട്ടത്തിൻ്റെ 27ാമത്തെ ഞായറാഴ്ചയാണ്. ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ പിതാവായ ദൈവം മക്കളായ നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ പദ്ധതിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നാം ധ്യാനിക്കുക. ദൈവം സൃഷ്ടികർമ്മം നടത്തിയ ശേഷം പുരുഷന് യോജിച്ച ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കുകയാണ്. മാംസത്തിന്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമായി ജീവിത പങ്കാളിയെ നൽകി. അവരിനി ഒരിക്കലും രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് പാവനമായ വൈവാഹിക ബന്ധത്തിലൂടെ അവരെ ബലപ്പെടുത്തി. ഭൂമിയിലെ ഏറെ ശ്രേഷ്ഠമായ ഒരു കൂദാശയാണ് വിവാഹം എന്ന കൂദാശ. ഈ കൂദാശയിലൂടെയാണ് പിതാവായ ദൈവം തൻ്റെ മഹത്വപൂർണമായ കൃപ മനുഷ്യന് നിക്ഷേപിച്ചത് ലോകത്തിന് പകരുന്ന ആത്മീയ ഇടമായി മാറുക, അഥവാ ദൈവത്തിൻ്റെ സൃഷ്ടകർമ്മത്തിൻ്റെ ഭാഗമായി തീരുവാൻ മനുഷ്യന് സാധ്യമാകുന്നത് ഈ കൂദാശയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠവും മഹനീയവുമായ കൂദാശയാണ് വിവാഹം എന്ന കൂദാശ. ആ കൂദാശയുടെ ആത്മീയ ബലവും ദൈവിക പദ്ധതിയും ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉപേക്ഷിച്ച് കളയുവാനുള്ളതല്ല, വലിച്ചെറിയേണ്ടതല്ല, മാറ്റി നിർത്തപ്പെടേണ്ടതുമല്ല, മറിച്ച് അത് ചേർത്ത് വയ്ക്കപ്പെട്ടതാണ് ദൈവത്താൽ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്. ദൈവം യോജിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ ശക്തികൾ വേർപെടുത്തുവാൻ പാടില്ലാത്തതാണ്. മോശയുടെ നിയമം പിൻബലമാക്കിക്കൊണ്ട് ഒരു ജനത വിവാഹമോചനത്തിന് തയ്യാറെടുക്കുമ്പോൾ യേശു കർശനപൂർവ്വം പറയുന്നൊരു വാക്ക് ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. നോക്കൂ, അവർ മാതാപിതാക്കളെ വിട്ട് പരസ്പരം ഒന്നായി തീരുകയും ഒറ്റ ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഏക ശരീരമാണ്. ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്. മോശ അങ്ങനെ ഒരു നിയമം നൽകിയത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ്. ഇന്നത്തെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വചനം ഏറെ സ്പഷ്ടമാകുന്നുണ്ട്. അഥവാ നമ്മൾ കൺമുമ്പിൽ തന്നെ ഈ ഒരു യാഥാർത്ഥ്യം ദർശിക്കുകയാണ്. എന്താണത്? ഹൃദയകാഠിന്യം കൊണ്ട് വിവാഹബന്ധങ്ങൾ മുറിപ്പെട്ടു പോകുന്ന, ഹൃദയകാഠിന്യം കൊണ്ട് വിവാഹമോചനങ്ങൾക്ക് വേണ്ടി അലയേണ്ടി വരുന്ന,
ഹൃദയകാഠിന്യം കൊണ്ട് വേർവിട്ട് ജീവിക്കുന്ന ദുരന്ത അനുഭവം. നമ്മുടെ ഹൃദയങ്ങൾ കുറച്ചുകൂടി ലാളിത്യമുള്ളതാകണം. ദൈവത്തിൻ്റെ പദ്ധതികളും കൃപാവരവും സ്വീകരിച്ചവർ മാനുഷികമായ ചിന്തകളിലും മാനുഷികമായ താല്പര്യങ്ങളിലും മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിലയും ദൈവത്തിൻ്റെ മനസ്സും മറന്നുകൂടാ. ഈ വിശുദ്ധ ദിനം നമുക്ക് കുടുംബജീവിതം നയിക്കുന്ന സകലരെയും നാഥൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിശ്രേഷ്ഠമായ വിളി സ്വീകരിച്ചവരാണവർ. മാതാപിതാക്കൾ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ കത്തിച്ചു വെച്ച വിളക്കാണ്. ആ വിളക്ക് അണയാതെ സൂക്ഷിക്കപ്പെടുക തന്നെ വേണം. ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കേണ്ട കൃപയുടെ ബലവും ബന്ധവുമാണ് വൈവാഹിക ബന്ധം. അതുകൊണ്ട് തന്നെ ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ടവർ മനുഷ്യരാൽ വേർപെടുത്തപ്പെടരുത്. മാനുഷിക ചിന്തകളോ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ സ്വാർത്ഥ താല്പര്യങ്ങളോ ഈ ബന്ധത്തിന് ഒരിക്കലും തടസ്സമാകരുത് എന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടെ വൈവാഹിക ബന്ധത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുകയും കുടുംബജീവിതം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നിലകൊള്ളുന്ന ആത്മീയ ജീവിതമായി എന്നും നിലകൊള്ളാൻ കൃപാവരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം ഈ വിശുദ്ധ ദിനം നമ്മുടെ മാതാപിതാക്കളെ, സ്വർഗം നമുക്ക് ദാനമായി നൽകിയ മക്കളെ നാഥൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കൃപാപൂർവം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. അനുദിനവും